മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് കോട്ടയം കാരൂർക്കര ഹോളി ഫാമിലി ദേവാലയത്തിൻ്റെ പരിസരങ്ങളിലായിരിക്കുമ്പോൾ ദൈവഭക്തിയെക്കുറിച്ച് തമ്പുരാൻ്റെ വചനം നമുക്ക് ഇന്ന് വെളിപ്പെടുത്തുകയാണ്. ദൈവഭക്തിക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് നിത്യജീവനും ആത്മീയ സന്തോഷവും സമ്പത്തുമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് എബ്രായർക്കുള്ള ലേഖനത്തിൽ. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ദൈവഭക്തി എന്ന് പറയുന്നത് നമ്മൾ വെറും സമയം പാഴാക്കുന്ന ഒരു സന്ദർഭമല്ല, അതിലുപരി അത് ദൈവിക സമ്മാനത്തിന് കാരണമാകുന്ന ഒരു ഘടകമാണ്. തിരുവചനത്തെ വിശ്വസിക്കുകയും ദൈവിക വിശ്വാസത്തെ ഏറ്റുപറയുകയും അതിനെ പിൻചെല്ലുകയും ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ സമ്പത്തും സമാധാനവും ഐശ്വര്യവും ദൈവം നൽകുന്നു എന്നുള്ളതിന് ഇന്ന് ഈ വചനം സാക്ഷിപ്പെടുകയാണ്. പറയുന്നത് പോലെ സ്വർഗരാജ്യം അവകാശപ്പെടുന്നത് നിഷ്കളങ്കരായ വ്യക്തികളാണ് എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നു. ആ വചനത്തിൻ്റെ തീഷ്ണതയിലേക്ക് കടന്നു വരുവാനും സ്വർഗീയ സൗഭാഗ്യത്തിന് തന്നെ സമർപ്പിക്കുവാനും ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും ആഹ്വാനം ചെയ്യും. ദൈവിക സാന്നിധ്യത്തിൻ്റെ ഇരിപ്പിടങ്ങളായ ദേവാലയങ്ങളിൽ വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ബലിയർപ്പണങ്ങൾ, ആ ബലിയർപ്പണത്തോടുകൂടി നമ്മുടെ ജീവിതത്തെയും ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മളും വിശ്വാസത്തിൻ്റെ തീഷ്ണതയിലേക്ക് കടന്നു വരിക. അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗരാജ്യവും സമ്പത്തും സമാധാനവുമാണ്. ആ ഒരു ഘടകത്തിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വെക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കുവാൻ, പരിശോധിച്ചറിയുവാൻ, അത് തമ്പുരാൻ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ദൈവിക കൃപകളാൽ നിറയപ്പെടുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു.